ബിസിനസ്സിൽ ലാഭമാണ് മുഖ്യം അമ്മേ. ആ ലാഭത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? വരവിനേക്കാൾ കൂടുതലായിട്ട് ചെലവുണ്ടാകാൻ പാടില്ല. ഇനി അവാർഡ് എന്തിനാ കിട്ടിയെന്നറിയോ? ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം. അടുത്ത വർഷം അത് വേറെ ആൾക്ക് കിട്ടും. ഞാൻ അവാർഡ് വാങ്ങിച്ചത് കണ്ട് ആരെങ്കിലും ഒരാൾ ഇൻസ്പയർ ആയി അതുപോലെ വാങ്ങിച്ച അപ്പോഴാണ് എനിക്ക് കിട്ടിയ അവാർഡിന് വിലയുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അത് വെറുതെ ഒരു ഷോ കാണിച്ച് ഷോക്കേസിൽ വെക്കാനേ കൊള്ളൂ. ജനങ്ങൾക്ക് സെലിബ്രിറ്റീസിന് വലിയ ഇഷ്ടമാണ്. അവരെപ്പോഴും അവരെ ഫോളോ ചെയ്യും. സെലിബ്രിറ്റികളുടെ ഓരോ ചുവടുവെപ്പും ഈ ജനങ്ങൾ ആഘോഷിക്കും. ഇന്ന് ബിസിനസ് ഫീൽഡിൽ ഞാനും ഒരു സെലിബ്രിറ്റി തന്നെയാ. അതുകൊണ്ട് ഞാൻ നടത്തുന്ന സെലിബ്രേഷൻ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് കണ്ടു പഠിക്കണം. അത്രയേ ഉള്ളൂ അമ്മേ. ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോ ഏതൊരാളും തീരുമാനം മാറ്റും. വളരെ വലിയ കാര്യ വേദാന്ത് പറഞ്ഞത്. ഇങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെ പോയി പിറന്നോ ആവും. നീ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്. എന്നാലും നിന്റെ അമ്മ പറയുന്നത് സത്യം തന്നെയല്ലേ? ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ പേര് കളങ്കം വരുന്ന പോലെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ഇനി ഇതിന്റെ പേരിൽ നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ നീ കൊച്ചായി പോകരുതല്ലോ. ആരെന്ത് പറഞ്ഞു എനിക്കെന്താ അങ്കിൾ? ഞാൻ പറയുന്നത് കേൾക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും എനിക്ക് നല്ല വഴി കാട്ടിത്തരുന്നവരും മാത്രമാണ് എന്റെ സ്വന്തം ആളുകളായി ഞാൻ കണക്കാക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ എന്ത് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ എന്നെ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഞാൻ ഇനി തല കുത്തി നിന്നാലും ശരി, അവർക്ക് കുറ്റേ കാണും. ഞാനതിൽ ബോധേഡല്ല. സോ അങ്കിള് അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നീ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നിശ്ചയം നടത്തുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് ഇരിക്കാനൊക്കെ സ്ഥലം. അതിനെന്താ, ഇവിടെ നിങ്ങൾക്ക് ഈ സ്ഥലം തികയില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. നിശ്ചയം നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ നടത്താം. പ്രശ്നം തീർന്നില്ലേ? ഹായ് മോളെ, സോറി ഇന്ന് ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്കിപ്പോ തരാം. ഇത് കണ്ടോ? എന്താ ഇത്? നീ ഒന്ന് തുറന്നു നോക്ക്. ജിലേബി. ഭാര്യയ്ക്ക് എന്താ വേണ്ടതെന്ന് നന്നായിട്ട് അറിയാലോ. ഭർത്താവായ ഇങ്ങനെ വേണം. ഭാര്യയായ നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നാ അനുസരിക്കാൻ പോകുന്നത്? ഞാനിപ്പോ എന്താ വേണ്ടേ? അതായത് ഭർത്താവ് ക്ഷീണിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോ കൈ കൊണ്ടുണ്ടാക്കിയ ജിലേബിയും കൊടുത്ത് അതിനേക്കാളും സ്വീറ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കൂടെ കൊടുക്കണമെന്ന് അറിയില്ലേ നിനക്ക്? സോറി, ഞാനല്ലാതെ ഈ വീട്ടിൽ അമ്മ മാത്രമാണ് ഉള്ളത്. ഞങ്ങള് മാത്രം കഴിച്ചോളാം. ഇങ്ങനെ എല്ലാ തവണയും നിന്നെ രക്ഷപ്പെടാൻ ഞാൻ വിടില്ല. ഇത്തവണ എനിക്ക് ജിലേബി തന്നേ പറ്റൂ. നോക്കട്ടെ. ഒന്ന് ചുറ്റുപാടൊക്കെ നോക്കിക്കൂടെ? നീ എന്റെ ഭാര്യ മോളെ, നമുക്ക് ലൈസൻസും ഉണ്ട്. ആരും ചോദിക്കാനും പറയാനും വരില്ല. ഇതിനൊരു കുറവുമില്ല. ഇനി എന്താ വേണ്ടത്? കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മളായിട്ട് ഇങ്ങനെ വെറുതെ സമയം കളയണോ മോളെ? ഇനി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരണോ? നിങ്ങൾ കഴിച്ചിട്ടാവും വന്നതെന്ന് ഞാൻ കരുതി. ഇപ്പൊ വേണോ? സാരമില്ല, നീ നല്ലതുപോലെ കഴിച്ചോ. സിദ്ധാർത്ഥ്, ഒരു കാര്യം. നീ പറഞ്ഞോ. അമ്മ എന്തോ ഒരു കാര്യം മനസ്സിലിട്ട് വിഷമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെന്താ? എന്താ കാര്യം? അതറിയില്ല. അമ്മ അങ്ങനെ വിഷമിക്കുന്ന ആളല്ലല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തത്. അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും ഇത്ര വിഷമമുള്ള കാര്യം? നീ അതൊന്നും ഓർക്കണ്ട, അമ്മയോട് ഞാൻ സംസാരിച്ചോളാം. അങ്കിൾ, ഞങ്ങളെ വീട്ടിൽ വെച്ച് നിശ്ചയം നടത്തുന്നോണ്ട് അങ്കിളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമല്ല. എങ്കിലും കല്യാണ നിശ്ചയം നടത്തേണ്ടത് പെണ്ണിന്റെ വീട്ടുകാരല്ലേ? ഈ കല്യാണം ഉറപ്പിച്ച മുതല് നമ്മളെല്ലാരും ഒരു വീട്ടുകാരല്ലേ?
ഇനി ആൺവീട്ടുകാർ പെൺവീട്ടുകാർ ഒന്നും ഇല്ല അങ്കിൾ. അങ്കിൾ എന്ന് മുതൽ വിക്കിയെ മരുമകനായി കണ്ടുവോ അന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാ. ഇത് കൊള്ളാലോ മോനെ, നിന്റെ തലയിൽ ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെയുള്ളപ്പോ നിശ്ചയം ഇവിടെ നടന്നെന്താ അവിടെ നടന്നെന്താ? നിശ്ചയത്തിന്റെ ചടങ്ങിനെ പറ്റി നിനക്ക് മനസ്സിലുണ്ടായ ഈ ചിന്തകൾ വളരെ വലുതാണ് മോനെ. നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നോ അങ്ങനെ തന്നെ നീ ചെയ്തു. ദാ. നീ സത്യത്തിൽ വലിയൊരു മനസ്സിന് ഉടമയാണ് മോനെ. വെറുതെയാണോ ചേട്ടനെ ജെന്റിൽമാൻ എന്ന് വിളിക്കുന്നത്? ആരതി ഇവിടെ കണ്ടില്ലല്ലോ അവിടെ. ചേച്ചിക്ക് ഭയങ്കര തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്ക. വിളിക്കട്ടെ? ഏയ് വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. അന്വേഷിച്ചെന്ന് പറയേ. ശരി ആന്റി, വീട്ടിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. വേദാന്ത്, ഞാൻ കാറിലിരിക്കാം. ശരി എന്നാ ഞാനും ഇറങ്ങുവാണേ. ചേട്ടാ, ഞാൻ ചേട്ടന്റെ ഫാൻ ആയി കഴിഞ്ഞു. നീ മാത്രം മോളെ എന്നോട് ഇത്രയും സ്നേഹത്തിൽ സംസാരിക്കുന്നത്. ശരിക്കും ചേട്ടൻ സൂപ്പറാ. എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിച്ച ഇവനെന്താ കുഴപ്പം? ചിരിച്ച നോണക്കുഴി കാണാലോന്നോർത്തെങ്കിലും ഒന്ന് ചിരിച്ചൂടെ ഇവന്? എന്തൊരു സാധനം ഇത്, ഇങ്ങനെയുണ്ടോ? ചേട്ടൻ വന്ന് ഇതൊക്കെ ശരിയാക്കിയില്ലായിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായേനെ. അങ്ങനെയൊന്നുമില്ല മോളെ, നല്ല മനുഷ്യർക്ക് നന്മയെ ഉണ്ടാവും. അതാ സംഭവിച്ചേ. ചേച്ചി ഇത്രയൊക്കെ ചെയ്തു തന്നല്ലേ, ചേട്ടനോടൊരു താങ്ക്സ് പറ. ഏയ് താങ്ക്സ്. ഇതിനു വേണ്ടിയാണോ ഇത്രയും ബിൽഡപ്പ്? കൈയെടുക്ക്. ചേച്ചി, വേദാന്തേട്ടൻ വന്ന് നന്നായി സംസാരിച്ചു അല്ലേ? എടി, നീ ഇപ്പൊ തന്നെ ഇത് 100 തവണ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞ് വട്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? നിനക്ക് എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ലല്ലേ? ഞാൻ വഴക്കൊന്നും പറഞ്ഞതല്ല, സത്യം പറഞ്ഞതേ ഉള്ളൂ. നിന്റെ വായിന്ന് സത്യം വരാനോ? മൊത്തം കള്ളവാ. ഭൂലോകമായാടി. സ്വന്തം ചേച്ചി ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ? പറയും, ഉറപ്പായിട്ടും പറയും. എന്തു വന്നാലും പറയും. നിന്നെ ഞാൻ ശരിയാക്കി തരാം. ശാരിക, നീ ഇവിടെ എന്തെടുക്ക്? ഞാൻ ഇവിടെ നിന്ന് എന്താ അമ്മായി? എല്ലാം നശിച്ചില്ലേ? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. നമ്മൾ കരുതുന്നതൊന്ന്, ഇവിടെ നടക്കുന്നത് മറ്റൊന്ന്. ശാരിക, നീയും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. എന്റെ കാര്യം വിടമ്മായി. നിങ്ങളുടെ പുന്നാര മോനുണ്ടല്ലോ വേദാന്ത്, നിങ്ങളുടെ പ്ലാൻ എല്ലാം നശിപ്പിക്കുവാണല്ലോ. മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഇനി പറ,
ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തുള്ളവരറിയാൻ പാടില്ല. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇനി എന്താ ബാക്കിയുള്ളത് അമ്മായി? എല്ലാം കൈവിട്ടു പോയില്ലേ? എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഈ എൻഗേജ്മെന്റ് മുടക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആയി തോന്നുന്നത് വിളിച്ചു പറയാൻ നിക്കല്ലേ. എന്നെപ്പറ്റി ശരിക്കും നിനക്കറിയില്ല. നീ കാണുന്നത് മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമാണ് സത്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ എന്താ അമ്മായി? വേദാന്ത് കല്യാണത്തിന് സമ്മതിക്കുന്നത് വരെ നിശ്ചയം നടത്തില്ല എന്നല്ലേ പറഞ്ഞിരുന്നേ? എന്നാ ആ വേദാന്ത് തന്നെ വന്ന എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അതിനെതിരെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ അമ്മായി. ഇനി നമുക്ക് ഒട്ടും സമയമില്ല. ഇത്രയും നാളും അവരെ പറ്റി വിചാരിച്ചിരുന്നത് പൊട്ടക്കണത്തി കിടക്കുന്ന വെറും തവളകളാണെന്നായിരുന്നു. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ലോകം കണ്ടവരാണെന്ന് മനസ്സിലായി. ദിവസം തോറും 100,000 പേരെ കാണുന്നവരല്ലേ. ആ പെണ്ണുണ്ടല്ലോ അമൂല്യ, അവള് നമ്മൾ കരുതുന്ന പോലല്ല. എന്റെ മുന്നിൽ അവളെ പറ്റി ബിൽഡപ്പ് പറയാതമ്മായി. എനിക്ക് അവളുടെ പേര് കേൾക്കുന്നതിന് ഇഷ്ടമല്ല. ഞാൻ അവളെ പുകഴ്ത്തിയതൊന്നുമല്ല. നിന്നെ പോലെ തന്നെ ദേഷ്യം എനിക്കും അവളോടുണ്ട്. എന്റെ നേരെ നിന്ന് സംസാരിക്കാത്ത എന്റെ മകൻ പോലും എനിക്കെതിരായി സംസാരിച്ചു. അവള് കാരണം. അവള് ചത്തു കഴിഞ്ഞാലും എനിക്ക് വിഷമമില്ല അമ്മായി. ഒരിക്കൽ എന്നോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട ശാരികെ. ഒരെണ്ണത്തിന് പോലും സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ വിടില്ല. എൻഗേജ്മെന്റ് അവരെങ്ങനെ നടത്തുമെന്നുള്ളത് എനിക്കൊന്ന് കാണണം. നീ അപ്പോഴേ പോയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതും എന്റെ റൂമിലേക്ക്. നീ ഇപ്പൊ എന്നെ പറ്റിയല്ലേ ചിന്തിച്ചോണ്ടിരുന്നത്? അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓർത്തതുമില്ല, ഇനിയോട്ട് ഓർക്കാനും പോകുന്നില്ല. ഞാൻ നിന്നെ ഓർത്തു. നിന്നോട് ആരാ പറഞ്ഞേ? വേറെ ആരാ? നീ തന്നെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാം നിന്റെ തോന്നല. എന്താ ചെയ്യുന്നേ? സംസാരിക്കണ്ട. എപ്പോഴും നീ ഇങ്ങനെ സംസാരിക്കണ്ട. നീ എന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയേ. എന്തിന്? ഇനി പറ, ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ഇനിയും നിനക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ? ഞാൻ ചെയ്തതിനൊക്കെ ബെറ്റർ ആയൊരു താങ്ക്സ് പറയാൻ തോന്നുന്നില്ല നിനക്ക്? ബെറ്റർ ആയിട്ടോ? ഞാൻ ആദ്യമേ നിനക്ക് താങ്ക്സ്. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു താങ്ക്സ്. നിന്റെ ഈ ചുണ്ടുകൊണ്ട് എന്റെ ഈ കവിളത്തൊരു താങ്ക്സ്. ഒരുപാട് സിനിമ കാണുന്ന റൗഡി ബേബി അല്ലേ നീ? എന്നിട്ട് ഒരു സിനിമയിലും ഇങ്ങനൊരു താങ്ക്സ് കണ്ടിട്ടില്ല. ഏത് രീതിയില്? നിന്റെ ഈ സ്ട്രോബെറി പോലെയുള്ള ചുണ്ടുകൊണ്ട് എന്റെ ഈ കവിളത്ത്. എനിക്കറിയായിരുന്നു അമൂല്യ, നീ എന്നെ ഓരോ നിമിഷവും സ്നേഹിക്കുകയാണ്. അത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ നീ എനിക്കൊരു ഉമ്മത. എടി മുതുക്കി, 5 ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി. നീ ഒന്ന് വന്ന് ഓൺ ചെയ്തേ.
ചേട്ടാ നിങ്ങൾ സൂപ്പറാട്ടോ. നീ എന്താടാ ഈ കാണിക്കുന്നേ? നീയും പരിമളമ്മയുടെ വീട്ടിലെ മരുമോനാകാൻ പോവാണല്ലോ. വാട്ട് നോൺസെൻസ്. തോന്നിവാസം പറയല്ലേ. ഞാൻ അങ്ങനെയല്ല പറയാൻ വന്നേട്ടാ. ആൺമക്കളില്ലാത്ത ആ ഒരു വീട്ടില് ഒരു മരുമകനുണ്ടാവുമ്പോ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നീ ചെയ്തിട്ടുണ്ട് ഏട്ടാ. ഞാനൊന്നും നിന്നോട് പറയാതെ തന്നെ നീ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ടൊന്നില്ലേ. നീ സൂപ്പർമാനാടാ. അല്ലല്ല, ശക്തിമാനാ. അങ്ങനെയൊന്നും ഇല്ലടാ. വേറെ ആരായാലും ഇത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. ഞാനും അത് പറയാനാ വന്നേ. നീ എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടോ അത് ആ വീട്ടിൽ മൊത്തത്തില് വേൾഡ് ഫേമസ് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഇംപ്രസ് ആയെന്നാ കേട്ടെ. അവരെല്ലാം ശരിക്കും വിഷമിച്ചിരുന്നപ്പോ നീയല്ലേ അവരെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. ആൺകുട്ടികളായി കഴിഞ്ഞാ നിന്നെ പോലെ ആയിരിക്കണം എന്ന് അവരെല്ലാരും പറഞ്ഞത് അറിയാവോ? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞേ? എന്റെ പെണ്ണിന്റെ വീട്ടിലെ കാര്യം ഞാൻ അറിയുന്നതില് എന്തിനെത്രയ്ക്ക് അത്ഭുതപ്പെടാനുള്ളേ. എന്നാലും എന്റെ അനിയത്തി കൊച്ചിനെ അന്വേഷിച്ചു പോകുന്ന കാര്യത്തില് എനിക്ക് ചെറിയ അത്ഭുതങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഡാ, ഒന്ന് വെറുതെ ഇരിക്കടാ. ആ അമൂല്യൊക്കെ ആര് കെട്ടാനാ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇല്ലേ പോയി കിടന്നുറങ്ങിക്കോ. ആക്ച്വലി ഞാനുണ്ടല്ലോ ഇത് വളരെ ബ്രില്യന്റ് ആയിട്ടാ സംസാരിച്ചത്. കാരണം ഞാനിപ്പോ റൗഡി കൊച്ചിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചില്ലല്ലോ. നീയാണ് മൊബൈൽ കാണാനില്ലെന്ന് പറഞ്ഞ് പോക്കറ്റിൽ തപ്പിയത്. പറഞ്ഞത് ശരിയല്ലേ ഏട്ടാ? സത്യമല്ലേ? കൊച്ചു കള്ളൻ. അപ്പൊ സത്യമായിരുന്നല്ലേ? എന്താന്ന് തുറന്നു പറയേട്ടാ. കൊച്ചു കള്ള. എടാ ഇവിടുന്ന് പോടാ. ഉള്ളതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞൂടെ ഏട്ടാ. എഴുന്നേക്ക്. കൊച്ചു കള്ള. സത്യം പറഞ്ഞാ ഞാൻ വിടില്ല. പറ. പോടാ. അല്ലേലേ എന്റെ മനസ്സിൽ എപ്പോ നോക്കിയാലും ആ കഴുതയെ കുറിച്ചുള്ള ചിന്ത. ഡിസ്കസ്റ്റിംഗ്. അല്ല, നിനക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനില്ലേ? ഏത് സമയത്ത് അവനെ പറ്റി ചിന്തിക്കുന്ന ഒന്ന് നിർത്ത്. ആ ഇതാ മോളെ. ആ നിങ്ങൾ സൂക്ഷിച്ചു പോണേ. എന്ത്? ഈ റൗഡി ബേബി കൂടെ ഉള്ളപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചിക്ക് എന്നെക്കാളും നല്ല സെക്യൂരിറ്റി ഒക്കെ വേണോ? ഇതിനൊന്നും ഒരു കുറവില്ലല്ലോ. അതൊക്കെ പോട്ടെ, എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും പോകുന്നേ? ഇപ്പൊ അമ്മയ്ക്ക് എന്താ ഈ പറ്റിയേ? ചുമ്മാ ഓരോരോ കോമഡി പറയാണല്ലോ. റൗഡി ബേബി റാണി കേറിയല്ലേ എന്തായാലും പോകൂ. അതുകൊണ്ട് തന്നെ ചോദിച്ചേ. അവളുടെ നിശ്ചയം ഇങ്ങനെ എടുക്കാറായി. ആ തുരുമ്പ് പിടിച്ച വണ്ടിയിലേ നീ എന്തായാലും ആരുതേ കൊണ്ടുപോകണ്ട. കുറച്ച് കഷ്ടമായാലും ശരി, രണ്ടുപേരും നടന്നങ്ങ് പോയാ മതി. അമ്മേ, വെറുതെ നടന്നിട്ടല്ല, ശയന പ്രദക്ഷിണം ചെയ്തോണ്ട് പോവാൻ പറഞ്ഞാലും ഞാൻ സഹിക്കും. ഞാനത് ചെയ്യും. എന്ന ആവശ്യമില്ലാതെ എന്റെ റാണിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാനേ പറ്റില്ല. കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞല്ലേ. നിന്റെ റാണിയെ നീ തന്നെ അങ്ങ് പോഴ്ത്തിക്കോ. എന്താ അമ്മ ഇത്? ഞങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ യുദ്ധത്തിനൊന്നും അല്ലല്ലോ. അമ്മ വെറുതെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളൊക്കെ ഒന്നും ഉണ്ടാവട്ടെ. അത് പെൺകുട്ടിയാണെങ്കിലേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചേച്ചി, അമ്മ വല്ലാണ്ട് സെന്റി ആവണുണ്ട്. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. എന്തുവാ പിള്ളേരെ, രണ്ടുപേരും കൂടെ എന്താ പിറുവിറുക്കാണോ? നിങ്ങൾക്ക് എന്തു മനസ്സിലാവാനാ? മക്കളെന്ന് വെച്ചാലേ നമ്മുടെ ജീവൻ കൺമുന്നിലൂടെ നടക്കുന്ന പോലെയാണെന്നേ അമ്മയാവുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്റെ പൊന്നമ്മക്കുട്ടി, ഒന്ന് സമാധാനായിട്ട് ഇരിക്കാവോ? അത് ലോക സമാധാനത്തിന് വേണ്ടിയാണെന്ന് അശരീരി കേൾക്കുന്നില്ലേ? അമ്മയ്ക്ക് കേൾക്കുന്നുണ്ടോ? മതി വെറുതെ ഇരിക്കുന്നില്ല. എപ്പോ നോക്കിയാലും നിന്റെ ഒരു തമാശ. എന്റെ ടെൻഷനൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞതും ചിന്തിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. അമ്മു, നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്?
ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ നവരാത്രിക്ക് വ്രതമൊക്കെ എടുത്താ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന്. അങ്ങനെ തന്നെ ആയല്ലോ. വേദാന്ത് വന്ന് എല്ലാം ശരിയാക്കി തന്നില്ലേ? എത്ര നല്ല പയ്യനവന്. എന്തു കോടീശ്വരനാണെങ്കിൽ എന്താ, പക്ഷേ അവൻ അതിനൊരു അഹങ്കാരവും കാണിക്കുന്നില്ല. ആ കോരങ്ങനെ അഹങ്കാരം ഇല്ലെന്നോ? അവന് അത് മാത്രമേ ഉള്ളൂ. അഹങ്കാരം കണ്ടുപിടിച്ചത് തന്നെ അവനാ. ഉഫ്. ആദ്യമൊക്കെ ഞാനും അവനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ അവൻ അങ്ങനെയല്ല, പാവമാണെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പാവ. ശരിയാണമ്മേ, വേദാന്ത് മേനോനെന്ന് പറഞ്ഞാലേ ദൈവമല്ലേ.